കറി വെക്കാൻ എന്ത് കിട്ടി? ഇന്നലെ വൈകിട്ട് ഏട്ടൻ വന്നപ്പോഴേ അയില മേടിച്ചിട്ട് വന്നു, കറി വെച്ച് ഇരിപ്പുണ്ട്. അവിടെ എന്ത് കിട്ടി? ഇവിടെ എന്ത് കിട്ടാൻ, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ ആ മീൻകാരനെ നോക്കിയിരുന്നിട്ട് കണ്ടുമില്ല. അയാൾ വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടാ. പിന്നെ അയാൾ വന്ന നാത്തും കാണത്തില്ലേ? ഞാനെങ്ങനെ കാണണ്ട, ഞാൻ അടുക്കളയിൽ പണിയിലല്ലേ. നീ 24 മണിക്കൂറും പുറത്തുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന അടുക്കളയല്ലേ ഉള്ളത്. കറി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നതാ. ഓ, അല്ലെങ്കിൽ ഇരിക്കാറില്ല. ആരാ ഇപ്പൊ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? വെറുതെ സമയമുണ്ട്. അതാരാ വരുന്നത്? നമസ്കാരം ചേച്ചി. നമസ്കാരം ചേച്ചി. ഇവിടെ പല്ലി ഉണ്ടോ? പള്ളിയോ ചേട്ടാ? ആ ജംഗ്ഷൻ ഇല്ലേ? പള്ളിയല്ല, ഈ കെട്ടിടത്തിലെ പല്ലി. പല്ലി പല്ലി? പല്ലിയോ? പല്ലി. എന്തിനാ പല്ലീനെ? അതേ നാത്തൂനെ, ചില ആളുകളൊക്കെ പല്ലീനൊക്കെ തിന്നും. പിന്നെ അതെ, തിന്നാനും കടിക്കാനൊന്നും അല്ല. അയാളുടെ മുഖത്തോട്ട് നോക്കി നല്ല കള്ളത്തറുണ്ട്. ഇതേ പല്ലി ഉണ്ടോന്നും പറഞ്ഞ അകത്ത് കയറിയിട്ട് സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നാ. നീ വേഗം കനകനെ വിളിക്ക്. ആണോ? അയ്യോ ചേച്ചി, ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല. എനിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്, മക്കളുണ്ട്. പിന്നെ എന്തിനാ ഈ പല്ലിയുടെ പേരും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത്? പല്ലി കാഷ്ടം ഉണ്ടല്ലോ, പല്ലിക്കാഷ്ടം. അത് ഇങ്ങനെ കൂടുമ്പോഴേ അതിനകത്ത് പൊട്ടാസ്യം സൈനൈഡ് ഉണ്ടല്ലോ, അത് വാതവുമായിട്ട് വരും. കുറേ കഴിയുമ്പോഴേ അത് മനുഷ്യനെ ശ്വസിക്കുമ്പോഴേ ക്യാൻസറായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെ അതെ, ക്യാൻസർ സത്യമാണ്, മുരുകൻ സത്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചുമ വരുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ്? ഒന്ന് പോന്നാത്തനോട് മണ്ണത്തരം പറയാതെ. അയ്യോ ചേച്ചി, സത്യമാ ഞാൻ പറഞ്ഞത്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചതാണ്. തട്ടിപ്പാണ്. അമേരിക്കനും ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കോളും. നാത്തൂനെ വാട്സാപ്പിൽ ദിവസം എന്തോരം തട്ടിപ്പാന്നറിയോ ഇങ്ങനത്തെ വരുന്നത്. ചേട്ടൻ പിന്നെ എന്തിനാ വന്നത്? അയ്യോ മോളെ, നമുക്ക് പല്ലിയെ കൊല്ലാൻ പാടില്ല. കൊന്നാലേ നമ്മുടെ കണ്ണു പോകും, നമ്മുടെ നാക്ക് താഴും. മുരുകൻ സത്യമായിട്ടാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. നമുക്ക് ഇവിടുത്തെ പല്ലിയൊക്കെ ഒരുപാട് വരുത്തില്ലേ, അതിനൊക്കെ ഓടിക്കാൻ വേണ്ടി ഉള്ളതാണ് ഞാൻ കൊണ്ടുവന്നത്. പല്ലീനെ ഓടിക്കാനുള്ള സാധനമായിട്ടാണ്, പല്ലിയെ ഓടിക്കാനുള്ള സാധനമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ അത് പറഞ്ഞാ പോരെ ഏട്ടാ, ഈ മാതിരി വായിട്ട് അലക്കേണ്ട കാര്യം ഉണ്ടായോ? എന്ത് സാധനം കാണട്ടെ? ഞാൻ കാണിക്കാം. ഇഷ്ടം പോലെ പല്ലിന്റെ അവിടെ നോക്കാം. ഇതാണ് ഇത്. മേശ വെച്ചാ മതി, മേശയിലെ ഫ്ലഗ് കുത്തി വെച്ചാ മതി. ഇത് കുത്തി വെച്ചാലേ ഈ സൗണ്ട് മനുഷ്യർക്ക് കേൾക്കത്തില്ല, പല്ലിക്ക് മാത്രം ചെറിയ സൗണ്ട് കേൾക്കാം. അന്നേരം അത് എല്ലാം ഓടിപ്പോവും, വീട്ടിൽ കാണുകയില്ല. സത്യമാണെന്നേ, മുരുക സത്യമാ ഞാൻ പറഞ്ഞത്. എന്ത് സാധനം ഈ വീട്ടിൽ വെച്ചാൽ കാണൂലല്ലോ. എങ്ങനെ ഒരു തള്ളയുണ്ട്, മോളും ഉണ്ട്. അവർക്ക് എന്താണെന്നോ അല്ലെങ്കിൽ ആ സാധനം എന്താ, അതിൻ്റെ വില എന്താണെന്നോ ഒരു വക അറിയില്ല. ഞാൻ ആരോടാണിത് പറയാൻ? നിന്റെ അപ്പൂപ്പൻ്റെ ബോംബ്. തക്കളി കളിക്കരുത്. ഞാനൊരു പേന ഇവിടെ കൊണ്ടുവച്ചിരുന്നത്, നിനക്കാണെങ്കിൽ കണ്ണി കാണുന്ന എല്ലാ പേന എടുത്ത് എഴുതാം. നിന്റെ 2 രൂപയുടെ പേനയല്ലേ അത്? അത് എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പേനയാണ്. അതിന് എനിക്ക് വിലയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് അലക്കണ? എന്താ? ഞാനൊരു പേന ഇവിടെ വെച്ചിരുന്നു. ഏത് പേന? എൻ്റെ പാർട്ടി പ്രസിഡന്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പേന. പിന്നെ 2 രൂപയുടെ പേന? 2 രൂപയുടെ പേന അല്ലേ, അത് പാർക്കറിന്റെ പേനയാണ്. പാർക്കറാണ് പുറക്കറാണ്, ഇവിടെ ആർക്ക് എന്തിനാ പേന? അതാണ് ഞാൻ ചോദിച്ചത്. നിനക്കൊന്നും ബോധമല്ലല്ലോ പേന അത് എന്താണെന്ന് വല്ല അറിയാമോ? എല്ലാം 2 രൂപയുടെ പേന. ആദ്യം വെച്ച സ്ഥലത്ത് നോക്കാം, അപ്പൊ കിട്ടും. ഞാൻ വെച്ച സ്ഥലത്ത് നോക്കി, അവിടെ ഇല്ല. എന്നാ പേനക്ക് കൈയും കാലും ഉണ്ടാവും, നടന്നു പോയിട്ട്. കളിക്കരുത്. ഞങ്ങൾ എന്തിനാ പേന എടുക്കണേ? ചുമ്മാ നടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വല്ല ബോധമുണ്ടോ? നീ കാണുന്ന എല്ലാം 2 രൂപയുടെ പേനയെന്ന് തന്നെ വിചാരിക്കണത്. അതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? ഇത് വലിയ പാടായിട്ടുണ്ട്. രാത്രിയാകുമ്പോ തുടങ്ങും മനുഷ്യന്. എന്താ സാധനം അത്? ഇങ്ങോട്ട് നശിപ്പിക്കല്ലേ. അങ്ങനെ കളിക്കാനുള്ള സാധനമല്ല. ഇത് പല്ലിയന്ത്രം. ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചത്. അതിനകത്ത് എന്താ പറ്റിയ? സായിപ്പല്ല, കളിക്കല്ലേ തക്കളി മോളെ, കാശ് കൊടുത്ത് മേടിച്ചതാ. ക്ലീറ്റ, നമ്മൾ ഈ പല്ലീനെ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഞാൻ എന്റെ ഒരു സാധനം പല്ലിയില്ലേ, പല്ലിയുടെ കാഷ്ടം കൊണ്ട് നമുക്ക് എന്താണ് ക്യാൻസർ ഉണ്ടാവും. അതിനകത്തൊരു സാധനമുണ്ട്, ക്യാൻസർ ഉണ്ടാവും. അപ്പൊ പല്ലീനെ നമ്മൾ കൊല്ലാൻ പാടില്ല.
കൊന്ന ഭയങ്കര ദോഷങ്ങളാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. ഈ പല്ലി എന്ന് പറയുന്ന ജന്തു ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ കേരളത്തിൽ വന്നിട്ട്. അത് നമുക്ക് അറിയാൻ പാടില്ലല്ലോ, അങ്ങനെയാണ് ക്യാൻസർ ഒക്കെ ഉണ്ടാവണേന്നുള്ളത്. അതിനകത്ത് എന്താണ്ട് എന്തോ പൊട്ടാസ്യോ അങ്ങനെ എന്തോണ്ട് സാധനം ഉണ്ട്. ആരെങ്കിലും എന്തേലും പൊട്ടത്തരം കൊണ്ടുവന്ന് അതങ്ങ് പറഞ്ഞ അപ്പൊ അങ്ങ് വിശ്വസിച്ചു. പൊട്ടത്തരമൊന്നും അല്ല, അമേരിക്കക്കാര് ചുമ്മാ അവരൊന്ന് പറയോ? ആര് കൊണ്ടുവന്ന അമേരിക്കക്കാരനാണോ? കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരാളാണ്. പക്ഷെ ഈ സാധനം ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കറണ്ടിൽ കുത്തണം. കുത്തി കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ പല്ലിക്ക് കേൾക്കാൻ പറ്റും. ശബ്ദം പല്ലിക്ക് കേൾക്കാം അല്ലേ? അപ്പൊ പല്ലി ഇവിടുന്ന് പോയിക്കളയും. ശബ്ദം കേട്ടിട്ട് പല്ലി വന്ന് പറയും എന്റെ ചെവിയോ എനിക്ക് ചെവി കേൾക്കാം, അയ്യോ ചെവി പൊട്ടണേ. എന്റെ കർത്താവേ, ഇങ്ങനെയും പൊട്ടകൾ ഈ നൂറ്റാണ്ടിൽ എന്തോ ക്ലീറ്റ് 110 രൂപയുള്ളത് അങ്ങനെ നഷ്ടം വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. 110 150 രൂപ പറഞ്ഞു. 10 രൂപയുടെ ഐസ്ക്രീമിന്റെ ഡപ്പ, ഇത് അതിന്റെ അടപ്പ്, പിന്നെ 2 രൂപയുടെ LED, ഇത് ഒരു പ്ലഗ്, ഇതിന് 15 രൂപ, എല്ലാം കൂടെ 20 രൂപ അല്ലെങ്കിൽ 25 രൂപ. അത് 110 രൂപ എടുത്ത് വാങ്ങിച്ചേക്കണം അല്ലേ? കഷ്ടം തന്നെടി, കഷ്ടം. പക്ഷെ അത് ഇതെല്ലാം കൂടി വെച്ച ശബ്ദം കേൾക്കണ്ടേ? അപ്പൊ പിന്നെ ശബ്ദം കേൾക്കും, പിന്നെ ഭയങ്കര ശബ്ദമായിരിക്കും. പല്ലികളൊക്കെ ഇങ്ങനെ ഓടി അങ്ങ് രക്ഷപ്പെടും. എന്ത് ബോധമില്ലാത്ത. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി മേടിച്ചൊരു 6 എണ്ണം മേടിച്ചത് അവര്. അവർക്ക് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഫാഷൻ ആയിരിക്കും. ഇതൊക്കെ അലങ്കാരമായിരിക്കും. ഇങ്ങനെ അവിടെ എവിടെയൊക്കെ തൂക്കിയിടാൻ. ഞാൻ കുത്തി തങ്കം മര്യാദക്കിരിക്കുക. ഇപ്പൊ അത് കുത്തണ്ട, നമുക്ക് ദീപാവലി വരുമ്പോ കുത്താടി. അപ്പോഴാകുമ്പോ വെടിയും പുകയൊക്കെ കേട്ടെ നല്ല രസമായിരിക്കും. വേണ്ടാട്ടാ, ഇത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അത് കാണിച്ചു തന്നത്. അതാ നീ കൂടുതൽ കറണ്ട് അടിച്ച് എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. 10 രൂപയുടെ സാധനമല്ല, 110 രൂപയുടെ സാധനം അത്. ഒരാണുങ്ങള് രാവിലെ കഷ്ടപ്പെട്ട് അളിയാ, നമ്മുടെ ആണുങ്ങള് കഷ്ടപ്പെട്ട് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കുടുംബം പോറ്റാനായിട്ട് പോയി അത് ഇതൊക്കെ പോയി അവിടെ ഇവിടെ ഇറങ്ങിയിട്ട് വല്ല ചില്ലറ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോ പെണ്ണുങ്ങൾ അത് എടുത്ത് അങ്ങ് ദൂർത്തടിക്കാണ്. കണ്ടില്ലേ? 110 രൂപ എടുത്തൊരു സാധനം മേടിച്ച് വെച്ചിരിക്കണ അവള്. പല്ലിയെ പിടിക്കാനുള്ള യന്ത്രം എവിടെ? അളിയാ, ഈ സാധനം ഇങ്ങനെ പ്ലഗിൽ കുത്തണം. ഇത് കുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് ഒരു എന്തോ അതെനിക്ക് പറഞ്ഞിടാ, അത് നമുക്കാർക്കും കേൾക്കാൻ പറ്റില്ല. ഇല്ല അളിയാ, അളിയാ അവള് പറഞ്ഞത് ഈ ശബ്ദം ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പല്ലിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഈ ശബ്ദം. ഓ, എന്ത് കണ്ടുപിടുത്താണെന്ന് നോക്കണേ. എന്നിട്ട് 110 രൂപ എടുത്ത് അങ്ങനെയൊന്നും അല്ല. ആ പറഞ്ഞ ശബ്ദം കേൾക്കൂതിന്ന് അപ്പോഴത്തേനും പല്ലി ഇറങ്ങി ഓടും. പല്ലിനെ കൊന്നുവിടാന്നാണ് ഞാൻ പറയണത്. അയ്യോ എന്ന് പറഞ്ഞ് ഓടിക്കളയും, ഇവിടെ ഇറങ്ങി ഓടിക്കളയും. ഇവിടെ പാടി നിന്റെ വീട്ടിൽ വരും. നിന്റെ ബുദ്ധി ആരല്ല പ്രയോഗിച്ചത്? പറ, ഇത് എങ്ങനെ നിന്നിലേക്ക് എത്തി? എങ്ങനെ? ഇവിടെ ഒരു ചേട്ടൻ വന്നായിരുന്നു, അമേരിക്കയില് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയ. പുള്ളി അമേരിക്കയിൽ നിന്നാണ്? ഈ ഹവീൽദാറിന് നീ ഒരു മോനല്ലേ ആണായിട്ടുള്ളൂ, ചേട്ടനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹവീൽദാർ വേറെ എത്രയും ഇത് തോന്നിട്ട് ഇത് വാങ്ങാനേ. എന്റെ പൊന്നു വെച്ചാൽ നീ ഒരു കാര്യം ദയവ് ചെയ്ത്, ഇതുപോലെ പല ആൾക്കാരും പലതും കുറഞ്ഞു കൊണ്ടുവരും. ഇതൊന്നും കണ്ട് നമ്മൾ മേടിക്കരുത്. ഇതൊക്കെ വെച്ചോണ്ടെ പൊട്ടിയൊക്കെ പോയി പറഞ്ഞ പൊട്ടിപ്പോയാൽ എന്ത് നമ്മള് പൊട്ടി തെറിക്കും. ഐസ്ക്രീമിന്റെ അതല്ലേ 2 രൂപയുടെ LED ബൾബ്. ഓരോരുത്തന്മാര് വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്ന് കൊണ്ട് നടക്കും. ഇത് നമ്മൾ മേടിക്കരുത്. ഇതിങ്ങനെ കൊണ്ട് നടക്കണമാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ വയറ്റി പിഴക്കേണ്ടതാണ് അമ്മ കൊണ്ട് പോണത്. പിന്നെ ഞാൻ 100 രൂപ വെച്ചോളൂ തരൂല. ഇങ്ങനെയൊക്കെ അങ്ങ് കളയും പൈസ. ഇതിപ്പോ എത്ര രൂപയായി? 110. എത്രയായി? എടാ 150 രൂപ ചോദിച്ചു, 110 കൊടുത്തുള്ളൂ. എന്താ പറഞ്ഞത്? 40 രൂപ ലാഭമായില്ലേ? അല്ല 110 അല്ലേ സത്യത്തിൽ 150. മക്കളെ കുത്തിക്കളയും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഒന്നാമത് ഈ വഴി കിടക്കുന്ന സാധനങ്ങൾ ഇപ്പൊ പാവകൾ കണ്ടില്ല. ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർ ആശുപത്രിയിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടാണ് പാവ ഉണ്ടാക്കുന്നത്. അത് മേടിച്ച് കൊച്ചുകളെ കൊടുക്കുമ്പോൾ കൊച്ചുങ്ങളടുത്ത് വെക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഈ വഴി കിടക്കുന്ന ഒരു സാധനം മേടിക്കരുത്. അതുപോലെ ഇത് കൊണ്ടുവരുന്നതൊക്കെ പറ്റിപ്പാണ്. ദയവേത് ഇതൊന്നും മേടിക്കരുത്. മര്യാദ കൊണ്ടിരുന്നോളാം. ചൈനക്കാരന്റെ ബുദ്ധിയാണ്. കൈയോട് മക്കളെ, അതല്ലെന്ന് ഈ വഴി കിടക്കുന്ന സാധനം എടുക്കരുത്. ഞാൻ പറഞ്ഞു, ബൊമ്മയൊക്കെ എങ്ങനെയാണ് വിൽക്കുന്ന ആൾക്കാർ? ഇതൊക്കെ ആരോട് പറയാം? ഇത് കണ്ടല്ലേ ഇത് വളരണത്. ശ്വാസകോശത്തിന് ക്യാൻസർ വരുമ്പോ നിങ്ങളൊക്കെ പഠിക്കും. പള്ളിക്കാഷ്ടത്തിൽ നിന്ന് ക്യാൻസർ വരും അത്രേ. ഓരോരോ കുരുക്കി ചെന്ന് ചാടാൻ വേണ്ടിട്ട്. പൊട്ടിയ ഏതോ ഒരുത്തം പരിച്ചിട്ട് പോയാളാ. തങ്കത്തിനെ ഏതോ ഒരുത്തം എന്തോ സാധനം കൊണ്ട് കൊടുത്ത് അത് മേടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. അവിടെ ഗ്രീറ്റോടെ ചാടിക്കൊണ്ടിരിക്കുന്നു. എന്ത് സാധനം? ഈ പഞ്ചായത്തിലുള്ള പല്ലികളെ മുഴുവൻ പിടിക്കാനുള്ളൊരു യന്ത്രം.
അതങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഈ ഏരിയയിലുള്ള പല്ലികളെല്ലാം അതിനകത്തുനിന്നിരിക്കും. ഇവിടെ എലിവിഷൻ നിന്നാണ് ഇപ്പൊ എലി ജീവിക്കുന്നത്. പാറ്റാകുളി നിന്നേ പാറ്റ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ വലിയ കൊല്ലുള്ള യന്ത്രം കൊണ്ട് വെച്ചോണ്ടിരിക്കുക. അല്ല അത് വർക്ക് ചെയ്യുന്നില്ല എന്നിട്ട് എവിടെ അത് വർക്ക് ചെയ്യുമോ? അവൻ അവള് കൊണ്ട് കണക്ട് ചെയ്യാൻ പോയപ്പോ ഇങ്ങോട്ട് ബഹളം വെച്ചിട്ടാണ്. പക്ഷെ അത് തന്നെ പൊട്ടിപ്പോകുന്നത് കൊള്ളൂലത്. ഇനി ഇത്ര സാധനം ഉണ്ടെങ്കിൽ അത് കടയിൽ പോയി മേടിക്കണം. നീ ഇവിടെ ഇല്ലായിരുന്നു വന്നപ്പോ? ഞാനുണ്ടായിരുന്നു ഇവിടെ. ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ അവളെ? അവളാണെങ്കിൽ എന്ത് കണ്ടാലും എടുത്ത് കാണാൻ നിൽക്കും. അവൻ്റെ കൂടെ താമസമാണ്. ഇത് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു. ചുമ്മാ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ട് ആളുകൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വേണ്ടാന്ന് പറഞ്ഞാൽ വിടണം. ഞാൻ വരെ നീ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു. നമുക്കാണെങ്കിൽ ബോധമില്ല. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നീ നേടും. ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയുമോ? സാരി സാരി ഒന്നും വേണ്ട. ഐസ്ക്രീം അതൊന്നും അല്ല. പിന്നെന്താ കാര്യം? നീ തങ്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ ഭയങ്കരമായിട്ട് ചായ ഉണ്ടാക്കും. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗംഭീര ചായ. സത്യം കൊള്ളാടെ. കുടി കുടി കുടി. അതെ അവിടെ ഇത്തിരി പഞ്ചസാരയും പാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തേയിലയും കൂടെ വാങ്ങിച്ചിട്ടാൻ. അതില്ലാതെ പോയി. അതുകൊണ്ടാ വെള്ളം ചൂടാക്കാൻ ഗ്യാസ് വേണ്ടേ? ഗ്യാസൊക്കെ ഉണ്ടേ. നല്ല ചായ കേട്ടോ, നല്ല ചായ. സത്യം. അല്ല ഇവളുമാരുടെ ഉദ്ദേശം എന്താണ്? ഇത് എപ്പോ പോയതാണ്? എനിക്ക് അറിഞ്ഞൂടാ. നേരെ ഇരുട്ടാറായി. വരും വരും. അതിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ? രണ്ടും കൂടെ അടിച്ചു പൊളിച്ച് ഇനി കടകളിലൊക്കെ കയറി സാരി നോക്കി അത് നോക്കി ഇത് നോക്കി. പിന്നെ അധികം പൈസ കയ്യില്ലാത്തോണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് വന്നോളൂ. അല്ല ജമന്തിന്റെ പൈസ ഉണ്ടോ? അതെന്തെങ്കിലും കാണാൻ എടുത്തു. തങ്കത്തിന്റെ എന്തായാലും ഇല്ല. അവിടെ ഉണ്ടെങ്കിൽ കുറെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടാവും. ഞാൻ അതാ രണ്ടും കൂടെ അമ്മാവിന്റെ വീട്ടിൽ സ്റ്റേ ആവൂ. ശരി എനിക്ക് വിളിച്ച് പറയൂലേ? ഇവിടെ ഇരുട്ടിട്ട് വിളിച്ച് പറയാൻ. അപ്പൊ നമ്മളും പറയും വരണ്ട അവിടെ നിന്നോ. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഇല്ല അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുത്തോടെ നിന്നോട്ടെ. നിനക്കെന്ത് എന്ത് സമയത്ത് ഈ സന്ധ്യാസമയത്ത് ഈ പെണ്ണൊക്കെ ഇവിടെ കയറി വന്ന് വല്ല പേരുദോഷം ഉണ്ടാവും. നിന്റെ ആരെങ്കിലും വേണം? നിന്റെ ആരെങ്കിലും വേണം? എന്റെ നീ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും. അത് ആവശ്യമില്ല. ഹലോ സർ, ഞാനൊരു പ്രോഡക്റ്റുമായിട്ട് ഇറങ്ങിയതാണ് പല്ലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. ഈ രാത്രിയില? അല്ല, ഇത് ലാസ്റ്റത്തെ വീട്. അപ്പോൾ പോവാ, എല്ലാം കഴിഞ്ഞ് പോവാ. അപ്പോൾ ഇവിടെയും കൂടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അതെ, ഞങ്ങൾ രണ്ടാണുങ്ങളെ ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളൂ. സ്നേഹം ഉള്ളതുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഈ സാധനമൊന്നും ഇവിടെ വേണ്ട. ഈ കച്ചവടം എന്ന് പറയുന്നത് നാളെ ഏറ്റവും പോയിട്ട് വാ. അല്ല സാർ, ഇത് കുഴപ്പമില്ല, ഇപ്പോൾ വാങ്ങിച്ചേക്ക്, കുഴപ്പമില്ല. ഇത് പല്ലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പല്ലിയെ തുരത്തണതാ? അതല്ല, എല്ലാ വീടുകളിലും പല്ലി ഉണ്ടല്ലോ സാർ. പല്ലിയുടെ കാഷ്ടം കിടക്കുകയാണെങ്കിൽ ഇതാ പല്ലി ചലച്ചു. സത്യം. അതല്ല സാർ, ഇത് അളിയാ എൻ്റെ അവിടെ മേടിച്ചത് അവിടെ വെച്ചിട്ട് ഒരു ഗുണവുമില്ല. പല്ലി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും സാർ. ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. ഇത് സാർ ഉപയോഗിച്ച് മാറ്റം വന്നില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ സംഭവം വേണ്ട. കൊച്ചി പോവാൻ നോക്ക്. വേറെ വല്ല എവിടെയെങ്കിലും വീടുകളില്ല. ഇനി വീട്ടിലൊന്നും കാരണം ഒന്നാമത് സാർ പ്ലീസ് പ്രോഡക്റ്റ് വാങ്ങണം സാർ. എത്ര രൂപയെന്ന് പറഞ്ഞ? ഒള്ളി 110. അളിയ ഒരു 110 രൂപ ഉണ്ടായി കൊടുക്കളിയാ. 110 രൂപ ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ? ആ പ്രോഡക്റ്റ് ഒരെണ്ണം വാങ്ങിക്കാം. ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ലേ പറയണേ? എൻ്റെ പൈസ ഇല്ല. എടാ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കില്ലേ? സാർ സാറും കൂടെ വാങ്ങിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നെ. എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം അത്രയൊക്കെ ഉണ്ട് സാർ. വീട്ടിൽ അനിയന് വയ്യാത്തത്, അസുഖം പിടിച്ച അതാ. പിന്നെ കമ്പനിയുടെ പ്രഷർ കാരണം സാലറിയും വളരെ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. സാറും കൂടെ വാങ്ങുകയാണെങ്കിൽ എൻ്റെ ഇൻസെൻറ്റീവ് അച്ചീവ് ആവും. സാർ പ്ലീസ് സാർ ഒന്ന് വാങ്ങണേ സാർ. വാങ്ങിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ പ്ലീസ്. സാർ അതെനിക്കൊരു സഹായമാവും. ഇതും കൂടെ സാറും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തെ സാലറി എനിക്ക് ഫുള്ള് കിട്ടും. സാറൊന്ന് വാങ്ങണം.
എത്ര പറഞ്ഞ? 110. ബാക്കി 40 രൂപ സാധനം പെട്ടെന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ആരോടും പറയണ്ട. ചേഞ്ച് ഉണ്ടോ നോക്കട്ടെ. ആ സാധനം ഇതേ ഞാൻ മേടിച്ച കാര്യേ അവൻ്റെ അടുത്ത് പറയരുത്. അതുപോലെ ഈ പാതിരാത്രി ഇങ്ങനെ വിൽക്കാൻ ഇറങ്ങി നടക്കരുത്. ആ മനസ്സിലായില്ലേ? ചോദിക്കട്ടെ ആള് വരുന്നതിന് മുമ്പ്. ആ എത്രയാണ് മോളെ കുഞ്ഞെ പറഞ്ഞത്? 110 സർ. 110 അല്ലേ? 100 2 എണ്ണണ്ട സാർ, കുഴപ്പമില്ല. 105 ഉള്ളൂ കേട്ടോ സാർ 5 രൂപ. 5 രൂപ 5 രൂപ അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇല്ല സാർ, 5 രൂപ തരണം. സാധനം തന്നില്ല എനിക്ക്. 5 രൂപ നോക്കണം സാർ, വീട്ടിൽ കാണും. അതെ ഇവിടെ ചില്ലറയൊന്നും സൂക്ഷിക്കാറില്ല, നോട്ടുകളെ കൂടുതലും ഉള്ളതേ നമ്മുടെ കയ്യിൽ. അപ്പൊ നോട്ട് തന്നാ മതി, കുഴപ്പമില്ല. ഇനിയിപ്പോ വലിയ നോട്ട് 500-ൻ്റെതേ, അത് മാറണ്ടല്ലോ. കുട്ടി കുട്ടി ഇത് വർക്ക് ചെയ്യുമല്ലോ, വർക്ക് ചെയ്യുമല്ലോ അല്ലേ? അല്ല സന്ധ്യയായി സാർ, എനിക്ക് പോവാൻ സമയമായി. അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യും, കുഴപ്പമില്ല. നമ്മളെ വിളിച്ചാൽ മതി. കാണുമോ? കാണും, തീർച്ചയായിട്ടും കാണും. എവിടെയാണ് ഇതിന്റെ നിങ്ങളെ കാണാൻ വരണ്ടേ? നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ മതി. ഓഫീസ് എവിടെയാണ്? ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് സാർ. ഈ എടപ്പള്ളി ജംഗ്ഷനിലാണോ? ജംഗ്ഷനിൽ വന്നിട്ട് സാർ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഇതിലുണ്ടല്ലേ? സാർ അപ്പോൾ ശരി സാർ, പോട്ടെ. സന്ധ്യയായി, ഇനി പോവാം. 5 രൂപ കുറവല്ല, നമുക്ക് എപ്പോഴെങ്കിലും കാണാം. നാളെ അല്ലെങ്കിൽ ഇതുവഴി വരുമ്പോ വേണ്ട, നാളെ വേണ്ട, ഞാൻ ഓഫീസിൽ അവിടെ എവിടെയെങ്കിലും സാർ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി സാർ വന്നിട്ട്. ശരി ശരി സാർ. ഇത് കോൺടാക്ട് നമ്പർ ആയിരിക്കും അല്ലേ എഴുതിയിരിക്കണേ? ശേ 1 2 3 4 5 6 7 8 9 10 സീറോ ഇപ്പുറത്ത് കിടക്കണം. നീ അത് കണ്ടില്ല? സീറോ കൊള്ളാം സംഗതി. നല്ല മിടുക്കി കൊച്ചാ കേട്ടോ, കച്ചവടം അറിയാം. 5 രൂപയ്ക്ക് വേണ്ടി ചില കടക്കാരന്മാർ കിടന്ന് ബഹളം വെക്കുമ്പോൾ അത് വിട്ടുവീഴ്ച ചെയ്ത് പോയണ്ടില്ലേ? നല്ല കുടുംബത്തോടന്നോളാം, നല്ല കുട്ടിയാ. പാവം ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഈ പണി കാണിക്കണ്ടായിരുന്നു. ഏത് പണി? അവള് ചെയ്യണ എന്താണ് ഒരു കുഴപ്പം? ഒരു പെങ്കൊച്ച അന്തസ്സായിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം അവള് വെറുതെ വന്ന് കൈ നീട്ടില്ലല്ലോ. നിനക്ക് എന്തടേ? ഒന്നും നിനക്ക് ഇഷ്ടമല്ല. പാവം കൊച്ചു. പൈസ ഉണ്ടായിരുന്നു ഞാൻ 3-4 വാങ്ങിച്ചേ. പ്രാരാബ്ധക്കാരിയല്ലേ? നാത്തൂനെ അമ്മ എവിടെ? എന്താടി ഇങ്ങോട്ട് വന്നേ. ഇത് വർക്ക് ചെയ്യാൻ നോക്കിയാ? ഓടി എന്നെ പറ്റിച്ചടി. ഇതണ്ടാ എന്റെ കുത്തിയിട്ട് ഓണാണില്ല. ഇത് ഓൺ ആവുന്നുണ്ട്. ഇത് ഞാൻ കുത്തിയിട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. എന്തത് പല്ലി ഓടിയാ? അല്ല ക്ലീറ്റ ചേട്ടാ, ഇത് ഞാൻ കുത്തിയിട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പം ഇതിന്റെ പുറത്തൊരു പല്ലി ഇരിക്കുന്നു. നിനക്കാ പല്ലി വന്ന് ഇതിനെ തെറ്റുവാ? ഇവിടെ ഇവിടെ പല്ലി വന്ന് അതിന്റെ ഒന്നുമല്ല, ഇത് ഓണായില്ല. ഓണാകുമ്പോ ശരി ഓണാവൂല. അത് കണ്ട ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. എന്തെങ്കിലും സാധനം മേടിക്കരുത്, മേടിക്കുമ്പോൾ നല്ലത് മേടിക്കരുത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മുടെ കാശ് പോവും. നിങ്ങളുടെ കാശ് ഇങ്ങനെയൊക്കെ തന്നെ പോകണം. മേടിക്കുമ്പോൾ നല്ല സാധനം നോക്കി മേടിക്കാനുള്ളൊരു ബോധമെങ്കിലും വേണം. എങ്ങനെ? അതൊന്നും ഉണ്ടാവൂലല്ലോ. എന്ത് പറയും? പിൻബുദ്ധി എന്നാണല്ലോ. ഇതാണ് അതിന്റെ ഒറിജിനൽ സാധനം. ഇത് കമ്പനി സാധനം. അതൊക്കെ ഞാൻ മേടിച്ചു. ഈ മനുഷ്യനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വർത്താനം. എന്താണ്? നിങ്ങളല്ലേ പറഞ്ഞത് ഇത് എന്താണ് ഇത് പ്രാന്താണ്, നിനക്ക് വട്ടാണ്, ആരെങ്കിലും കാശ് കൊടുത്ത് ഇങ്ങനത്തെ മേടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് തന്നെ കളിയാക്കിയല്ലോ. അതിന് കാര്യമുണ്ട്. ഇതിലിതാ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്വം, ഫോൺ നമ്പർ, ഇതെല്ലാ വിവരങ്ങളും ഉണ്ട്. ഇനി ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതപ്പോ ഐസ്ക്രീമിന്റെ ബോളല്ലേ? എടി ആണെങ്കിലും ഇത് അതിന്റെ ഇതിനകത്തുള്ള ആന്തരിക അവയവങ്ങൾ വേറെയാണ്, നിലവാരമുള്ള സാധനമാണ്. ഇതുപോലത്തെ പൊട്ടിത്തെറിക്കുന്ന ബോംബല്ല. എനിക്കൊരു കാര്യം എന്നെ അംഗീകരിച്ചാൽ മതി, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. നിനക്ക് തെറ്റ് പറ്റിയെന്ന് പറയാം. തെറ്റ് പറ്റിയിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ശരി. അത് ശരിയെന്ന് പറഞ്ഞാൽ ആ പൈസ പോയില്ല. നീ കൊടുത്ത ആ പൈസയും കൊടുത്തില്ല. ഞാൻ വെറും 105 രൂപ കൊടുത്തിട്ട് മേടിച്ചു. ഇത് വർക്ക് ചെയ്യണം, ഇത് നോക്കണം, നല്ലത് വർക്ക് ചെയ്യണം ഇല്ല എന്നുള്ളത്. ഞാൻ നാത്തൂനോട് അപ്പോഴേ പറഞ്ഞല്ലേ മേടിക്കണ്ടെന്ന്. എന്ത് പൊട്ടിത്തെറിക്കാൻ? ഞാനിത് കുത്തണ്ടേ? കുത്തിയില്ലല്ലോ, പിന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കണേ? അയ്യോ അളിയാ, അയ്യോ അതെന്താ പറ്റിയത്? അളിയാ അളിയാ
പള്ളിയെ പിടിക്കാൻ നീ വാങ്ങിച്ചാണ് ഇത്? പെണ്ണിനെ മേടിച്ചായിരുന്നു. അപ്പൊ നിന്റെ 110 രൂപയും പോയില്ലേ? ഇത് കുറച്ച് കൂടിയതാ, 150 രൂപ. Alien versus Alien.